സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായി മാറിയത് തെന്നിന്ത്യയിലെ പവർ കപ്പിളായ നടൻ സൂര്യയും നടി ജ്യോതികയും ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമായിരുന്നു. വളരെ ലളിതമായ വേഷത്തിൽ താര പ്രൗഢിയൊന്നുമില്ലാതെയാണ് ഇരുവരും ക്ഷേത്ര ദർശനത്തിനായി ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെത്തിയത്. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലുള്ള സാരിയിൽ സിമ്പിൾ ലുക്കിൽ തന്നെയാണ് ജ്യോതിക ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. മുണ്ടും കസവ് മേൽമുണ്ടുമായിരുന്നു സൂര്യയുടെ വേഷം. അതേസമയം ഭർത്താവ് സൂര്യയ്ക്കൊപ്പം ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ജ്യോതികയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടിക്ക് നേരിടേണ്ടി വരുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, കുറച്ചു നാളുകൾക്ക് മുൻപ് ജ്യോതിക പ്രസ്താവിച്ച ചില കാര്യങ്ങളാണ്. ക്ഷേത്രങ്ങളെക്കുറിച്ച് മുൻപ് ജ്യോതിക നടത്തിയിട്ടുള്ള വിവാദ പ്രസ്താവനകളാണ് ഇപ്പോൾ നടിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാക്കുവാൻ കാരണം. തഞ്ചാവൂരിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷം ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നതിനു പകരം സ്കൂളുകളും ആശുപത്രികളും സംരക്ഷിക്കണമെന്ന് ജ്യോതിക പ്രസംഗിച്ചത് അന്ന് വിവാദമായി മാറിയിരുന്നു. ക്ഷേത്രങ്ങൾ കൊട്ടാരങ്ങൾ പോലെ സംരക്ഷിക്കപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് വൃത്തിഹീനമായ ചുറ്റുപാടിലാണ്. ക്ഷേത്രങ്ങൾക്ക് സംഭാവന നൽകുന്നതിന് മാത്രമല്ല, നല്ല സ്കൂളുകൾ കെട്ടിപ്പടുക്കുവാനും ആശുപത്രികൾ നന്നാക്കുവാനും പങ്കുചേരണമെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ജ്യോതിക എന്ന് പ്രസംഗിക്കവേ സംസാരിച്ചത്. നടിയുടെ ഈ ഒരു പഴയ പ്രസംഗത്തിലെ വാക്കുകൾ വീണ്ടും കൊണ്ടുവന്നാണ് ഒരു വിഭാഗം ആളുകൾ ജ്യോതികയെ സോഷ്യൽ മീഡിയയിൽ കൂടി വിമർശിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ജ്യോതിക എന്തിനാണ് പിന്നെ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പോയി പ്രഹസനം നടത്തിയിരിക്കുന്നതെന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത്. ജ്യോതികയുടെ വാക്കും പ്രവൃത്തിയും രണ്ടു തരത്തിലാണെന്നുള്ള കമന്റുകളും ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നു എന്നൊക്കെയായിരുന്നു മറ്റൊരു കമന്റ്. ജ്യോതിക ഒരു വ്യക്തിത്വമില്ലാത്ത ആളാണെന്ന് മനസ്സിലായെന്ന് ഇങ്ങനെയുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതേസമയം അടുത്തിടെയായിരുന്നു സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയായ കങ്കുവ റിലീസ് ചെയ്തത്. കങ്കുവ സിനിമയുടെ പരാജയത്തിന് ശേഷം ഇരുവരും ആദ്യമായി ഒരു പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും ഇതാദ്യമായിരുന്നു. കങ്കുവ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം തന്നെ സൂര്യ സജീവമായിരുന്നു. വൻ പ്രതീക്ഷകൾ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും നിരാശയായിരുന്നു തിയേറ്ററിലെത്തിയ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. സിനിമ വൻ പരാജയമായി മാറുകയായിരുന്നു. മാത്രമല്ല, എല്ലായിടത്തും ഏറ്റവും വലിയ നഷ്ടം നേരിട്ട ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളിൽ 1-ാം സ്ഥാനത്താണ് കങ്കുവ ഇപ്പോഴുള്ളത്. വലിയ വിമർശനം തന്നെയാണ് ആരാധകരിൽ നിന്നും കങ്കുവ ഏറ്റുവാങ്ങിയത്. 300 കോടിയോളം ബജറ്റിൽ ഒരുക്കിയ സിനിമയ്ക്ക് പകുതി തുക പോലും നേടുവാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശിവയുടെ സംവിധാനത്തിലെത്തിയ കങ്കുവ എന്ന സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ വന്നപ്പോൾ ആദ്യം എതിർത്ത് സംസാരിച്ചും കങ്കുവയെ പ്രശംസിച്ചും എത്തിയവരാൾ നടി ജ്യോതികയായിരുന്നു. അന്നും ജ്യോതികയ്ക്ക് സൂര്യ ആരാധകരിൽ നിന്ന് അടക്കം വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നിരുന്നത്. കങ്കുവ ഒരു സമാനതകളില്ലാത്ത സിനിമാറ്റിക് അനുഭവമാണെന്നാണ് ചിത്രത്തിന്റെ ടീമിനെ പ്രശംസിച്ചുകൊണ്ട് ജ്യോതിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ചത്. ഞാൻ സൂര്യയുടെ ഭാര്യ എന്ന നിലയിലല്ല, ജ്യോതിക എന്ന സ്ത്രീയും ഒരു സിനിമാ പ്രേമിയും എന്ന നിലയിലാണ് ഇത് എഴുതുന്നതെന്ന് തുടങ്ങുന്ന ഒരു കുറിപ്പാണ് ഇൻസ്റ്റഗ്രാമിൽ അന്ന് താരം കങ്കുവയെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയത്. സിനിമയെ പ്രോത്സാഹിപ്പിക്കുവാനും പുതിയ പരീക്ഷണങ്ങൾ നടത്തുവാനും സൂര്യ കാണിക്കുന്ന ധൈര്യത്തെ ജ്യോതിക അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു കുറിപ്പിലൂടെ. കങ്കുവയെ പ്രശംസിച്ച് ജ്യോതിക എത്തിയപ്പോൾ ഗായിക സുചിത്ര അടക്കമുള്ളവർ ജ്യോതികയെ വിമർശിച്ചാണ് രംഗത്ത് വന്നത്. കങ്കുവ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന്റെ ആഘാതത്തിലാണ് നടൻ സൂര്യയും ഇപ്പോൾ. സിരുത്തെ ശിവയാണ് കങ്കുവ സംവിധാനം ചെയ്തത്. ആഗോള വ്യാപകമായി 38 ഭാഷകളിലായി റിലീസ് ചെയ്ത ചിത്രം 1500 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ് പറഞ്ഞത്. അതേസമയം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രിയ താര ദമ്പതികളാണ് സൂര്യയും ജ്യോതികയും. മാതൃകാ ദമ്പതികളായിട്ടാണ് ഇവരെ ആരാധകർ കാണുന്നതും. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് സൂര്യയും ജ്യോതികയും വിവാഹിതരാകുന്നത്. ഇരുവരുടെയും പ്രണയകഥ സിനിമാ ലോകത്തും ഏറെ ചർച്ചയായതാണ്. എന്നാൽ പക്ഷേ സൂര്യയുടെയും ജ്യോതികയുടെയും ഈ ഒരു പ്രണയബന്ധത്തോട് സൂര്യയുടെ വീട്ടുകാർക്ക് ആദ്യമൊക്കെ എതിർപ്പായിരുന്നു. ഇവരുടെ വീട്ടുകാരുടെ എതിർപ്പ് കാരണമാണ് സൂര്യ ജ്യോതിക വിവാഹം വൈകിയത് പോലും. സൂര്യയുടെ പിതാവും നടനുമായ ശിവകുമാറാണ് ഇവരുടെ ഈ ഒരു ബന്ധത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പക്ഷേ ഒടുവിൽ ഇവരുടെ വിവാഹത്തിന് അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. എന്നാൽ പക്ഷേ വിവാഹത്തോടെ ജ്യോതിക സിനിമാ ലോകം വിട്ടു. ഏറെ കാലത്തിന് ശേഷം 2015-ൽ 36 വയതിലെ എന്ന സിനിമയിലൂടെയാണ് ജ്യോതിക കരിയറിലേക്ക് തിരിച്ചു വരുന്നത്. സിനിമാ രംഗത്ത് സൂര്യയെ പോലെ ജ്യോതികയും ഇന്ന് സജീവമാണ്. മലയാളത്തിൽ കാതൽ ദ കോർ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ നായികയായും ജ്യോതിക എത്തിയിരുന്നു. ചിത്രത്തിൽ മികച്ച പ്രകടനം തന്നെയാണ് ജ്യോതിക കാഴ്ചവെച്ചത്. നടിയുടെ ഒന്നിലേറെ സിനിമകൾ ഇക്കഴിഞ്ഞ മാസങ്ങളിലായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയും താരങ്ങളുടെ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.